വിനീത് ശ്രീനിവാസനെ പടം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ പടം അങ്ങനെ ആയിരിക്കും അറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, സെക്കൻഡ് ഹാഫ് ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, അത് തന്നെയാണ് നടന്നത്. ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ദാറ്റ് വിൽ റെസനേറ്റ് വിത്ത് എവ്രിവൺ. കാരണം കഴിക്കാൻ വാങ്ങിച്ചത് കഴിച്ചില്ല, അങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ടു. ആൾക്കാർക്ക് ചെന്ന് കാണാൻ പറ്റിയ സിനിമയാണ് ആൻഡ് യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. അടിപൊളി പടമാണ്, ഷുവർ ഹിറ്റാണ്, ഒന്നും പറയില്ല അടിപൊളി. ഭയങ്കര നൈസായിട്ടുള്ള ഫീൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര ഫീൽ ഗുഡ് ആയിരുന്നു. വിനീതേട്ടനെ വീണ്ടും മാജിക് തന്നെ കാണാൻ പറ്റി. അടിപൊളി സിനിമ. കഴിക്കാൻ വാങ്ങിച്ചത് കഴിച്ചില്ല, അങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ടു. വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും അത്ര നല്ല അടിപൊളി. വളരെ ഭംഗിയുള്ള സിനിമ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ദാറ്റ് വിൽ റെസനേറ്റ് വിത്ത് എവ്രിവൺ. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ജേർണി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതാണ് ഈ ഒരു സിനിമ. ആൻഡ് മനോഹരമായ സംഗീതം അമൃത് രാംനാഥിൻ്റെ. എല്ലാവരും ഈ ഒരു സിനിമ കാണണം. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻ ആൻഡ് ഹ്യൂമർ. നല്ല പടം, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടം, പഴയ കാലത്തേക്കും പുതിയ കാലത്തേക്കും കൊണ്ടുവന്നു. നല്ല പടം, കൊള്ളാം, നൈസാണ്. പടത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെ ചേട്ടാ, ഇത് കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. രണ്ട് സുഹൃത്തുക്കളുടെ കഥ. അതിലൊരു പാട്ടുണ്ട്, പാട്ട് നല്ല ഫീലായിട്ടുണ്ട്. കണ്ടായിരുന്നു, നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ലാഗ് പോലെ തോന്നിയെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടമാണ്, ഗംഭീര പടം. കൂടുതലൊന്നും പറയില്ല, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, എന്നാലും മസ്റ്റായിട്ട് കാണും. കൊള്ളാം, നല്ല മൂവിയാണ്. ബ്രോ പടം അടിപൊളിയാണ്, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത് തന്നെ, അതായത് ഫസ്റ്റ് ഹാഫ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, സെക്കൻഡ് ഹാഫ് ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, അത് തന്നെയാണ് നടന്നത്. വലുതായിട്ട് ട്വിസ്റ്റ് ഒന്നും എക്സ്പെക്ട് ഇല്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഫീൽ കിട്ടുന്നെങ്കിൽ, അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഏജ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്, പക്ഷെ നൈസ് പടം. നിവിൻ പോളിയുടെ റീ എൻട്രി ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടർ. നല്ല സിനിമയായിരുന്നു, വെരി ഹാപ്പി. എൻ്റർടൈനറാണ്, ഇമോഷണലാണ്, എല്ലാം ഉണ്ട് അതിൽ. ഒരുപാട് സന്തോഷം. വെരി നൈസ്, കം ഔട്ട് റിയലി വെൽ. ഹൃദയത്തിന് ശേഷം അതേ ഒരു എക്സ്പെക്റ്റേഷനിൽ ആൾക്കാർക്ക് ചെന്ന് കാണാൻ പറ്റിയ സിനിമയാണ് ആൻഡ് യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. അത് നല്ല പടമാണ്, എനിക്ക് വർക്കായി. പിന്നെ ഈ പടം മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ക്രിഞ്ചൊക്കെ പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ ഈ പടം ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പോയത് നിവിൻ പോളിയായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ക്യാമിയോ ഒക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പക്കാ പടമാണ്. വിഷുവിന് ഫാമിലിയായിട്ട് പോകാം, തീർച്ച ഉറപ്പ്. പോയി കണ്ട ഒരു നിരാശയും വരത്തില്ല ഫാമിലിയായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയമൊക്കെ പ്രതീക്ഷ പോകുന്നവർക്ക് ഇത് അങ്ങനത്തെ ഒരു പടമായിരിക്കും. പിന്നെ ഹൃദയമൊന്നും ഇഷ്ടപ്പെടാതെ വിനീത് ശ്രീനിവാസനെ പടം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ പടം അങ്ങനെ ആയിരിക്കും അറിയത്തില്ല. ബട്ട് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പടം. ഗംഭീര പടം കേട്ടോ, ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഒരു അന്യായ ലെവൽ പടം. പടത്തിൻ്റെ മേക്കിങ്ങും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് സിനിമാക്കാരുടെ ഒരു ലൈഫാണ് പടത്തിൽ പറയുന്നത്. ഉഗ്രം പടമാണ്, ഒരു മസ്റ്റ് വാച്ച് സാധനമാണ്. പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ധ്യാനിൻ്റെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പടം. നല്ല സിനിമ, നല്ല ഉഗ്രം പടമാണ്. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞിട്ട്. നമ്മളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു ഫാക്ടർ. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നിവിൻ പോളി അങ്ങ് കൊണ്ടുപോയി. പുള്ളി ഒരു സെൽഫ് റോൾ എന്നുള്ള രീതിയിൽ ഫുള്ള് അടിപൊളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫീൽ ഗുഡ്. ഇടിയോ ബഹളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ ഒരു സീറ്റ് അഡ്ജിങ് ആയിട്ട് നിർത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. വിനീത് ശ്രീനിവാസൻ എന്നുള്ള ബ്രാൻഡ് നെയിം, ഞങ്ങൾ വിനീത് ശ്രീനിവാസൻ എന്തെന്ന് പ്രതീക്ഷിക്കുന്നു അത് 101% ഈ സിനിമയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിൻറ്റേജ് മോഹൻലാലിനെയും വിൻറ്റേജ് ശ്രീനിവാസനെയും തിരിച്ചു കിട്ടുന്നു മലയാളത്തിൽ എന്നുള്ള ഏറ്റവും വലിയൊരു നിമിഷം കൂടിയുണ്ട് ഇതിനകത്ത്. പ്രണവ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള അഭിനയം. ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തിയെ അതിനകത്ത് കണ്ടില്ല. ആ ക്യാരക്ടറായിട്ട് വേണു എന്ന് പറയുന്ന ആ ക്യാരക്ടറായിട്ട് മാത്രമേ ഇതിനകത്ത് കണ്ടുള്ളൂ. കാരണം വളരെ ഉയർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം.